അല്ലു അർജുന്റെ ജയിൽ മോചനം ഇപ്പോഴും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. തെലങ്കാന ഹൈക്കോടതിയുടെ ഇടക്കാല ജാമ്യ ഉത്തരവ് ജയിലിലെത്തിയില്ല. ഹൈദരാബാദിലെ ചഞ്ചൽഗുഡ ജയിലിലാണ് അല്ലു അർജുൻ ഇപ്പോഴുള്ളത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത വിചാരണ കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. നദീറ AP വിവരങ്ങൾ നൽകും ബംഗളൂരുവിൽ നിന്നുണ്ട്. നദീറ, ഇപ്പോൾ എന്താണ് പ്രതിസന്ധിയായിട്ടുള്ളത്? ഇപ്പോഴും അല്ലു അർജുൻ ജയിലിൽ തന്നെയാണോ? വൈകിട്ട് 5:30 മണിയോടെ തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. എന്നാൽ ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ അല്ലു അർജുന് ജയിൽ മോചിതനാകാൻ സാധിച്ചിട്ടില്ല. ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് ജയിൽ അധികൃതർക്ക് ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് തെലങ്കാന ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഉത്തരവിന്റെ പകർപ്പുമായി മണിക്കൂറുകളായി അല്ലു അർജുന്റെ അഭിഭാഷകൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ പകർപ്പ് സ്വീകരിക്കാൻ നിർവാഹമില്ലെന്നാണ് അധികൃതരുടെ നിലപാട്. ജാമ്യ ഉപാധി പ്രകാരം അല്ലു അർജുൻ 50,000 രൂപയുടെ വ്യക്തിഗത ജാമ്യം സമർപ്പിക്കണം. ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചാലും ജാമ്യ നടപടികൾ പൂർത്തിയാവാൻ വീണ്ടും സമയമെടുക്കുമെന്നാണ് സൂചന. അങ്ങനെ നോക്കിയാൽ താരത്തിന് ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചേക്കില്ല എന്ന വിവരവും വരുന്നുണ്ട്. ഉച്ചയ്ക്ക് 4 മണിയോടെയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ശേഷം അല്ലു അർജുനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് ചഞ്ചൽഗുഡ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അകത്തേക്ക് കയറും മുൻപ് ഇടക്കാല ജാമ്യം കിട്ടുകയും ചെയ്തു. ഇതോടെ ജയിലിലെ റിസപ്ഷനിൽ തന്നെ ഇരിപ്പായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. അല്ലു അർജുന് ജയിൽ ജീവനക്കാർ ചായയും ലഘുഭക്ഷണവും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഉത്തരവ് അധികം വൈകാതെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് അല്ലു അർജുനും അഭിഭാഷകനും ഇരിക്കുന്നത്. ശരി, ഇന്ന് ജയിൽ മോചിതനാകാൻ കഴിയുമോ അല്ലു അർജുന് എന്നത് തന്നെയാണ് ചോദ്യം. AP നദീറയാണ് വിവരങ്ങൾ നൽകിയത്.